أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الليل فاسجد له وسبحه ليلا طويلا إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما يدخل من يشاء في رحمته والظالمين أعد لهم عذابا أليما. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഓതിയത് സൂറത്തുൽ ഇൻസാനിലെ അവസാനത്തെ 6 ആയത്തുകളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെയും ശേഷമുള്ള നിയമങ്ങളൊക്കെ നമ്മളൊക്കെ മനസ്സിലുണ്ടാകും. ഉള്ളതനുസരിച്ചായിരിക്കണം നമ്മളൊക്കെ ഓത്തുകൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മനസ്സിലാകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കയറിപ്പോകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടാകണം. ക്ലാസ് കേൾക്കുമ്പോൾ ക്ലിയറായിട്ട് തന്നെ കേൾക്കുകയും അതേപോലെ തന്നെ എല്ലാവരും ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുകയും അഥവാ ഇനി കാണുന്ന സമയത്ത് ക്ലിയർ ഇല്ല എങ്കിൽ അത് ക്ലിയർ കൂട്ടുന്ന ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സെറ്റിങ്സിൽ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്ത് അത് കണ്ട് നമ്മുടെ വീഡിയോ കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ഞാനും ക്ലാരിറ്റിയുള്ള വീഡിയോസ് അതേപോലെ തന്നെ ടെക്സ്റ്റൊക്കെ വിടാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ഈ സൂറത്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീൻ. അതൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ഖൽബുൽ ഖുർആൻ എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് യാസീനൊക്കെ നമ്മൾ നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ്. ചിലപ്പോൾ നമ്മിൽ നിന്നൊക്കെ അറിയാതെ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ അറിയാതെ നമ്മിൽ നിന്നും പിഴവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഉണർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീനൊന്ന് ഭംഗിയാക്കണം. അതിനൊക്കെ പുറമെ നമുക്ക് ഈ നിയമങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ യാസീന എന്നല്ല, നമുക്ക് നിത്യവും ഏകദേശം ആളുകൾക്കൊക്കെ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഖത്മ് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. പലപ്പോഴും അത് തീരലില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നമ്മളിങ്ങനെ തുടങ്ങുക സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ ബക്കറയൊക്കെ ഒന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വെക്കുക എന്നല്ലാതെ പിന്നെ അത് നിന്ന് പോവാണ്. പിന്നെയും നമ്മൾ എപ്പോൾ ഏതെങ്കിലും അവസാനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെയും വീണ്ടും ഖത്മുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് മുതൽ പിന്നെയും തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങുക എന്നല്ലാതെ ഒരു ചില സമയങ്ങളിലൊന്നും അത് അവസാനിക്കാറില്ല. അവസാനിക്കുന്നവരുണ്ടാകും. ഏതായാലും അല്ലാഹു തആല നല്ല ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമങ്ങളും ഒരു പ്രയാസവും ആരും ഓതാനുള്ള പ്രയാസം ആർക്കും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാവുകയും ഇല്ല. നമ്മളത് ക്ലാസ് കൃത്യമായിട്ട് കേൾക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ നിയമങ്ങളിലേക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمِنَ اللَّيْلِ فَاسْجُدْ لَهُ وَسَبِّحْهُ لَيْلًا طَوِيلًا. ലൈലൻ ഇവിടെ തെൻവീനാണുള്ളത് അല്ലേ? തെൻവീനിൻ്റെ ശേഷം നമ്മൾ അടുത്ത ഉച്ചരിക്കുന്ന അക്ഷരം തോ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം 6 അക്ഷരങ്ങളാണ്. ഹംസ, ഹ, ഐന്, ഗൈന്, അതേപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം നൗമി, നൂന്, വാവ്, മീമ്, യാ, ഇദാമും ബിലാഗുന്നയുടെ അക്ഷരം ലാമ്, റാ.
ഇഖ്ലാബിൻ്റെ അക്ഷരം ബാക്കി ഏത് വന്നാലും ഇഖ്ഫാ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലൈലൻ ത്വീല ഇഖ്ഫ എങ്ങനെ ചെയ്യണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ലൈലൻ ത്വീല ഇന്ന ഷദ്ദുള്ള നൂനാണ്. അപ്പം എന്ത് ചെയ്യണം? മണിക്കണം. ഇന്ന ഹൗലാഇ ഇവിടെ ഹാ എന്നുള്ളിടത്ത് എന്തുണ്ട്? അവിടെ മദ്ദുണ്ട്. അതേപോലെ തന്നെ ലാ എന്നതിന് ശേഷവും അവിടെ മദ്ദുണ്ട്. രണ്ടും നീട്ടാനുള്ളതാണ്. രണ്ടാമത്തെ ലാം ഒന്നുകൂടി പരിഗണിക്കേണ്ടതാണ്. രണ്ടാമത്തെ മദ് ഹൗലാഇ യുഹിബ്ബൂനൽ ആജിലത വയദറൂന വറാഅഹും യൗമൻ സഖീല എന്നുള്ളിടത്ത് മദ്ദുണ്ട്. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ നീട്ടണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? മദ്ദുകളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. ഇവിടെ മദ്ദുണ്ട്. അപ്പോൾ മദ്ദുള്ളിടത്ത് നമ്മൾ നീട്ടണം എന്ന് പറഞ്ഞിരുന്നു. വറാഅഹും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം പിന്നെ മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇൽഹാർ ചെയ്യണം, പിന്നെ വ്യക്തമാക്കണം എന്ന് പറഞ്ഞിരുന്നു. വറാഅഹും യൗമൻ സഖീല യൗമൻ അല്ലേ? യൗമൻ എന്നുള്ള തൻവീനിൻ്റെ ശേഷം അടുത്ത ഉച്ചരിക്കുന്ന അക്ഷരം സ ആണ്, ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അപ്പം യൗമൻ സഖീല നഹ്നു ഇവിടെ പലപ്പോഴും ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു ഭാഗമാണ് നഹ്നു. അവിടെ കണ്ടില്ലേ ഷദ്ദുണ്ട്. നഹ്നു എന്നുള്ളത് എന്താണ്? സാധാരണ ഖുർആനൊക്കെ നമുക്ക് പിന്നെ ഓരോ സ്ഥലത്തുണ്ടല്ലോ സഖീല എന്നൊക്കെ ഉള്ളിടത്ത് അവിടെ എന്തുണ്ട്? ഒരു വട്ടപൂജ്യം അതിനകത്ത് പിന്നെ ആയത്തിൻ്റെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിഹ്നമുണ്ടല്ലോ. അവിടെ വേണമെങ്കിൽ നിർത്തുന്നതിന് അവിടെ എന്ത് ചെയ്യുക? അവിടെ നിർത്തലാണ് നല്ലത്. ഇനി നിർത്തുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരാൾക്ക് വിശുദ്ധ ഖുർആന് ഒരൊറ്റ ശ്വാസത്തിൽ ഓതാൻ കഴിയില്ല എങ്കിലും പറയാം, ഒരാൾക്ക് ഒറ്റ ശ്വാസത്തിന് വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഓതണീന് തടസ്സമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യുക? പിന്നെ ഫാത്തിഹ മുതൽ എന്ത് ചെയ്യുക? ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ ഒരാൾ ഓതുകയാണെങ്കിൽ ഓതാൻ കഴിയുമില്ല എന്നുള്ള വിഷയം. ഓതുകയാണെങ്കിൽ അതിനെന്തില്ല? തടസ്സമില്ല. ഇന്ന സ്ഥലത്ത് പിന്നെ നിർത്തണം എന്നുള്ള നിർബന്ധമായ നമ്മൾ സാധാരണ പിന്നെ ഒരു ഖുർആനിൽ നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് നിർത്തണം, ഇന്ന സ്ഥലത്ത് നിർത്താൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അർത്ഥം തെറ്റിക്കുക എന്ന ഉദ്ദേശമില്ലാതെ എവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് നിർത്തുന്നതിന് തടസ്സമില്ല. ഇപ്പോൾ ഖുർആനിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ മീമ്, അതേപോലെ തന്നെ ഖില സീല എന്നൊക്കെ പറഞ്ഞു കണ്ടില്ല എന്നൊക്കെ ഉള്ള ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ജീമ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും എന്തില്ല. നമ്മൾ സാധാരണ പിന്നെ മറ്റു വിഷയങ്ങൾ ഇപ്പം നിസ്കാരം നിർബന്ധമാണ്. ആ ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് പിന്നെ ശിക്ഷ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഹറാമാണ്, ചില വിഷയങ്ങൾ ഹറാമാണ്. അപ്പോൾ അതിന് പിന്നെ അത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? കുറ്റം കിട്ടും അല്ലേ? ഇതേപോലെ ഒരു അവസ്ഥ എന്തില്ല, ഖുർആനിൽ ചില സ്ഥലത്ത് നിർത്തൽ നിർബന്ധമാണ്, ഇന്നോടത്ത് നിർത്തൽ സുന്നത്താണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കണ്ടുള്ള ഓരോ അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ നമ്മൾ മറ്റുള്ള വിഷയങ്ങളിലെ പോലെ എന്തില്ല, ഇപ്പം നിർത്തരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ നിർത്തിയാൽ അതുകൊണ്ട് എന്തില്ല? കുഴപ്പമൊന്നും ഇല്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ ഒരാൾ ഒറ്റ ശ്വാസത്തിൽ ഒന്നായിട്ട് ഓതുകയാണെങ്കിൽ അതിനൊന്നും എന്തില്ല? തടസ്സമില്ല. ഒരാൾക്ക് ഓതാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. അപ്പം അതിനാണ് ഇത്തരം ചിഹ്നങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഷദ്ദ് കൊടുത്തല്ലോ. ഇപ്പം ഈ ഷദ്ദ് എന്തിനുള്ളതാണ്? ഇവിടെ ഇപ്പോൾ പിന്നെ ഒരാൾ നിർത്തുന്നില്ല എങ്കിൽ വയദറൂന വറാഅഹും യൗമൻ സഖീലൻ നഹ്നു ഖലഖനാഹും ഇങ്ങനെ കൂട്ടി ഓതുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്? ആ ഷദ്ദിൻ്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ തുടക്കത്തിലാണ് ഒരു വാക്ക് ഉച്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഷദ്ദുണ്ടെങ്കിൽ ആ ഷദ്ദ് എന്ത് ചെയ്യൂല? നമ്മളെ ഓത്തിൽ അത് പരിഗണിക്കൂല എന്നർത്ഥം. അപ്പോൾ ആ ഷദ്ദ് ഒഴിവാകും. തുടക്കമാണെങ്കിൽ ആ ഷദ്ദ് ഒഴിവാകും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? അവിടെ ഷദ്ദ് ഉണ്ടല്ലോ എന്ന് കരുതി നഹ്നു എന്നൊക്കെ പറഞ്ഞു കണ്ട് ഓതലുണ്ട്. അങ്ങനെ ഓതേണ്ട ആവശ്യം ഇല്ല, ഓതാൻ പാടില്ല. അപ്പോൾ എന്താണ് അത് ഓതൽ എപ്പോഴാണ്? വയദറൂന വറാഅഹും യൗമൻ സഖീലൻ നഹ്നു ഖലഖനാഹും നിർത്തി ഓതുകയാണെങ്കിൽ നഹ്നു ഖലഖനാഹും വശദദ്നാ അസ്റഹും നഹ്നു ഖലഖനാഹും അവിടെ എന്താ? സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വാവ് വന്നു അല്ലേ? അവിടെ ഒന്നും കൂടി പരിഗണിക്കണം, ഇൽഹാറാണ്. ഖലഖനാഹും വാ എന്ന് പറയരുത്. ഖലഖനാഹും വശദദ്നാ അസ്റഹും ഇവിടെ സിലാണല്ലേ. അപ്പോൾ വഇദാ ശിഅ്നാ ബദ്ദൽനാ അംസാലഹും തബ്ദീല
ഈ സീല കീല എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് അത് ഒറ്റ ക്ലാസ്സിലായിട്ട് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഈ നിർത്തുന്നതിനും കുഴപ്പമില്ല, ചേർത്തി ഓതുന്നതിനും കുഴപ്പമൊന്നുമില്ല. വശദദിന അസ്റഹും വഇദ അവിടെ എന്താണ് ഇൽഹാർ ചെയ്യണം അല്ലേ? വശദദിന അസ്റഹും വഇദ ശിഅന ബദ്ദൽന അംസാലഹും ബദ്ദൽന അംസാലഹും തബ്ദീല തബ്ദീല സഖീല ത്വീല. ഇവിടൊക്കെ എന്ത് ചെയ്യണം? നിർത്തേണ്ട കോലം ഇങ്ങനെയാണ്. ഈ പിന്നെ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് ഉള്ളതെങ്കിൽ തബ്ദീല സഖീല ബസീറ റഹീമ സബീല ഇങ്ങനെയാണ് നിർത്തേണ്ടത്. ബാക്കി ഏത് സ്ഥലത്ത് നിർത്തുകയാണെങ്കിലും നമ്മൾ സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. ഉദാഹരണത്തിന് ഇന്നഹാദി അവിടെ നിർത്തുകയാണെങ്കിൽ സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. ആ ഒരു ഹാഇന് സുക്കൂൻ കൊടുത്തിട്ട് ഹാദി തദ്കിറ ഫമൻ ഫമൻ അല്ലേ? ഫമൻ അവിടെ നിർത്തുകയാണെങ്കിൽ ഫമൻ ഷാ. അപ്പോൾ ഓരോ സ്ഥലത്ത് നിർത്തേണ്ടത് ഇങ്ങനെയാണ്. ഇത്തഹദ എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ ആവശ്യമില്ലാത്തടത്തൊന്നും എന്ത് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ചേർത്തി ഓതലാണ് അതിൻ്റെയൊക്കെ ഒരു ഭംഗി. അപ്പോൾ ഇത്തഹദ എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ ഇത്തഹദ് അവിടെയൊക്കെ എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഓതുക ഇന്ന ഹാദിഹി തദ്കിറതുൻ ഫമൻ ശാഅ അത്തഖദ്. ഇവിടെ ഇന്ന ഷദ് കൊടുക്കണം, പിന്നെ മണിക്കുകയും വേണം. ഹാദിഹി അവിടെ ചെറിയൊരു നീട്ടലുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹായിൻ്റെ സ്ഥലം നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് പറയാം. ഇന്ന ഹാദിഹി തദ്കിറതുൻ ഫമൻ ശാഅ തദ്കിറത്തുൻ തൻവീൻ്റെ ശേഷം ഫ വന്നു, ഇഖ്ഫാ ചെയ്യണം. തദ്കിറത്തുൻ ഫമൻ അവിടെയും ഇഖ്ഫാ ചെയ്യണം. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് അല്ലേ? സുക്കൂനുള്ള നൂൻ്റെ ശേഷം യാ വന്നു. എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കണം അല്ലേ? അൻ യശാ അല്ലാഹ് അവിടെ നിർത്തുമ്പോൾ അല്ലാഹ് ഒരു ഹാ ചെറിയൊരു ഹാ അവിടെ ഒരു ഹാ ഉണ്ടല്ലോ, ആ ഹാന് സുക്കൂൻ കൊടുത്തിട്ട് അല്ലാഹ് എന്നല്ല അല്ലാഹ് അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അവിടെ എന്ത് ചെയ്തു? അലീമൻ അലീമൻ ആ തെൻവീന് വെളിവായി. എന്താ കാരണം? ഹ ആണ് ശേഷമുള്ളത് ഉച്ചരിക്കുന്ന അക്ഷരം. ആ തെൻവീൻ്റെ അലീമൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മീമാണ്, മീമിൻ്റെ ശേഷം ഒരു അലിഫ് ഉണ്ടെങ്കിലും ആ അലിഫ് എന്ത് ചെയ്യുന്നില്ല? ഉച്ചാരണത്തിൽ വരുന്നില്ല. അതുകൊണ്ട് അടുത്ത അക്ഷരം അലീമൻ തെൻവീൻ്റെ ശേഷം ഹ ഇൽഹാറിൻ്റെ അക്ഷരമാണ് അല്ലേ? ഹംസ ഹ ഹ ഖ ഐന് ഗൈന് ഈ 6 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ തെൻവീനിനെയോ നൂനിനെയോ വെളിവാക്കണം, വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. അലീമൻ ഹകീമ ഹകീമ നിർത്തുമ്പം ഹകീമ യുദ്ഖിലു മൻ യശാ അവിടെ ഇനി പറയണ്ടല്ലോ അല്ലേ? മൻ യശാഉ ഫീ റഹ്മതി പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പിന്നെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിയമം ഞാൻ പറയുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം അവിടെ എന്താ നിയമം എന്നുള്ളത്. നിയമം വന്നാൽ പോരാ, നമ്മൾ ആ ഒരു രൂപത്തിൽ ഓതുന്നുണ്ടോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് പരിശീലനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി റഹ്മതി എന്നല്ല റഹ്മതി വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. അഅദ്ദ ലഹും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹംസ വന്നു അല്ല ഐന് വന്നു. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ ഇൽഹാർ ചെയ്യണം. അഅദ്ദ ലഹും അദാബൻ അലീമാ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സൂറത്തുൽ ഇൻസാൻ നമുക്ക് പൂർത്തിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഏകദേശം നിയമങ്ങൾ പിന്നെ സുക്കൂളിൻ്റെ നൂനിൻ്റെയും തൻവീൻ്റെയും അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ മുമ്പുള്ള സൂറത്ത് അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള സൂറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് നമ്മൾ സാധാരണ നിത്യവും ഓതി പരിചയം
ഇല്ലാത്തൊരു സൂറത്ത്, സാധാരണ നമ്മളിങ്ങനെ സ്ഥിരം ഓതുന്ന സൂറത്തുകളൊക്കെ ഉണ്ടല്ലോ, അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സൂറത്ത് എടുക്കുക. ആ സൂറത്ത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ഓതി നോക്കുക. ഓതുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഒരു മാറ്റം തന്നെ നമുക്ക് വരും. മാത്രമല്ല നമ്മൾ ഇതുവരെ ഓതിയ പോലെയല്ല, ഒന്ന് മാറ്റം വരുത്തണം നമ്മുടെ ഓത്തിൽ. പിന്നെ അതിൻ്റേതായ നിയമങ്ങളനുസരിച്ച് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ചിലപ്പോൾ ചെറിയ ഒരു പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് ശരിയാകും. ഇൻഷാ അല്ലാഹ് ഉഷാറാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെഹ്നു എന്നുള്ളിടത്തൊരു ശബ്ദം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ശബ്ദമുള്ളിടത്ത് നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതേപോലെ തന്നെ തുടക്കത്തിലും അതേപോലെ തന്നെ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആകുന്ന പല ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഏകദേശമൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കാം നമ്മൾ ഈ ഓതുന്നതിൻ്റെ ഇടയിൽ. അതേപോലെ തന്നെ യാസീനൊക്കെ ഓതുമ്പോൾ പല മിസ്റ്റേക്കുകളും ചിലപ്പോൾ ആ എന്നുള്ള ഈ എന്നൊക്കെയായി പോകാൻ സാധ്യതയുണ്ട്, ഈ എന്നുള്ളത് ഊന്നൊക്കെയായി പോകാൻ. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഹർക്കത്തുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യുക, പ്രയാസമില്ല. ഹർക്കത്തില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്വാദ് മാറി അലിഫിൻ്റെ മേലെ കുഞ്ഞ് സ്വാദൊക്കെ ഇട്ട് കണ്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഓതാൻ പ്രയാസം ഉണ്ടാകും. ചിലപ്പോൾ ഓതാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓതിയത് ചിലപ്പോൾ ഈ എന്നുള്ളതായിരിക്കും, അതിൻ്റെ യഥാർത്ഥം ആ എന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഓതിയത് അവിടെയൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, പിന്നെ ഇത്രയും കാലം ഓതിയത് ആ എന്നുള്ളിടത്ത് ഈ എന്നായിരിക്കും, അല്ലെങ്കിൽ ഈ എന്നുള്ളിടത്ത് ആ എന്നായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു വിശുദ്ധ ഖുർആനാണല്ലോ. നമ്മിൽ നിന്നും ഒരു കാരണവശാൽ നമ്മുടെ ക്ലാസ് കേൾക്കുന്നതിന് ആരാണ്, ഈ ഖുർആൻ ഓതുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമ്മളെ മനസ്സിലൊക്കെ എന്താണ്, വിശുദ്ധ ഖുർആൻ നല്ല ഉഷാറായിട്ട് ഓതണം. അതിൻ്റെയൊക്കെ ആ ഒരു പൂർണ്ണമായ കൂലി നമുക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നതും പിന്നെ നമ്മളൊക്കെ ഓതുന്നതും. അപ്പോൾ നമ്മുടെ ഓത്ത് അതിൻ്റേതായ ഒരു രൂപത്തിലും അതേപോലെ തന്നെ അതിൻ്റേതായ ഒരു ഭംഗിയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ഓത്തിന് തന്നെ ഒരു മാറ്റം വരും. അത് മാത്രമല്ല ആ ഓത്തിങ്ങനെ അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായാൽ തന്നെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാനുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിന് വരും ചെയ്യും. അല്ലാഹു തആല അതിനൊക്കെയുള്ള തൗഫീഖ് നൽകട്ടെ, അതിനുള്ള സാഹചര്യം നൽകട്ടെ, അതിനുള്ള സന്മനസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു തആല അറിയുന്ന റഹ്മാനായ റബ്ബ് എല്ലാം പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ടൊക്കെ നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് സാമ്പത്തികമായ ശാരീരികമായ പലവിധ പ്രയാസങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, സാമ്പത്തിക പ്രയാസമുള്ളവരൊക്കെ ഉണ്ട്. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ഇബാദത്തുകളിലും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരുടെ എല്ലാവിധ ജോലികളിലും അതേപോലെ തന്നെ സഹോദരന്മാരാകുന്ന നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, സഹോദരിമാർ, ഉമ്മമാർ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും അവരുടെ ജോലികളിലും അതേപോലെ തന്നെ ആരോഗ്യത്തിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം.